മിശിഹായിലേറെ സ്നേഹമുള്ളവരെ, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ ദിനങ്ങളുടെ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാവർക്കും സന്തോഷത്തോടെ നേരുന്നു. ഇത് ഏലിയാ സ്ലീവ മൂശക്കാലമാണ്. സ്ലീവാകാലത്തിലെ ആദ്യത്തെ ആഴ്ചയുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. നാളെ സ്ലീവ രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. ഏലിയാ സ്ലീവ മൂശക്കാലത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം നമുക്കറിയാവുന്നതുപോലെ കർത്താവീശോ മിശിഹായുടെ രണ്ടാമത്തെ വരവാണ്. കർത്താവീശോ മിശിഹ വീണ്ടും വരും. കർത്താവീശോ മിശിഹായുടെ ആദ്യത്തെ വരവ് നോക്കി പാർത്തിരുന്നവരാണ് പഴയ നിയമത്തിലുള്ളവര്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നോക്കിയിരിക്കുന്നവരാണ്. കർത്താവിൻ്റെ ആദ്യത്തെ വരവിനും രണ്ടാമത്തെ വരവിനും ഇടയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് സഭയുടെ പിതാക്കന്മാര്, സഭാപിതാക്കന്മാർ, ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാര് വ്യാഖ്യാനിക്കുന്ന മനോഹരമായ കാര്യങ്ങളുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ നിസിബിസിൽ ജീവിച്ചിരുന്ന നർസായി എന്ന് പറയുന്ന പിതാവ് ഈശോയുടെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുൻപ് മിഖായേൽ മാലാഖ ഭൂമിയിലേക്ക് ഒന്ന് വരും. ആ മിഖായേൽ മാലാഖ വരുമ്പോൾ മിഖായേൽ മാലാഖയുടെ കയ്യിൽ ഊരിപ്പിടിച്ച അഗ്നിവാൾ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ഊരിപ്പിടിച്ച അഗ്നിവാൾ, സോഡ് ഓഫ് ഫയർ എന്നാണ് പറയുന്നത്. എന്നിട്ട് പിതാക്കന്മാരതിനെ വീണ്ടും വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ, നമ്മുടെ ആരാധനക്രമ ശുശ്രൂഷകളിൽ ശംശാന അല്ലെങ്കിൽ മദ്ബഹ ശുശ്രൂഷ വഹിക്കുന്ന ധൂപം എന്ന് പറയുന്നത് മിഖായേൽ മാലാഖയുടെ കരങ്ങളിലെ ഊരിപ്പിടിച്ച അഗ്നിവാളാണ് എന്നാണ് പിതാക്കന്മാര് പറയുക. നമ്മൾ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ വിശുദ്ധ മാലാഖമാരുടെ സാന്നിധ്യം എത്രയോ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സഭാപിതാക്കന്മാര് വീണ്ടും പറയുന്നത്, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയം മുഴുവനും ഭയഭക്തി ആദരവോടുകൂടെ മാലാഖമാര് കർത്താവിൻ്റെ ബലിപീഠത്തിന് ചുറ്റും നിരന്ന് നിന്ന് പരിശുദ്ധൻ 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 എന്ന് കീർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയിൽ പലതവണ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. മാലാഖമാരോട് കൂടെയാണ് നമ്മളുടെ പ്രാർത്ഥനകൾ, കീർത്തനങ്ങൾ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ കുർബാനയില് കുദാശക്രമത്തിലേക്ക്, അനാഫറയിലേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ സ്വർഗീയ ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സ്വർഗീയ ഗണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ പള്ളി, ഈ മദ്ബഹ എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും ഒരുമിക്കുന്ന സ്ഥലമാണ്, സമയമാണ് പരിശുദ്ധ കുർബാന. അപ്പം പരിശുദ്ധ കുർബാനയില് മാലാഖമാരുടെ സാമീപ്യവും സാന്നിധ്യവും അനുഭവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് അർത്ഥവ്യാപ്തി ഉണ്ടാകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ്, പ്രിയമുള്ളവരെ, നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? പള്ളിയിൽ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒത്തിരി ഉത്തരങ്ങളുണ്ടല്ലേ. കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയും പ്രാർത്ഥിക്കാൻ പോവുക. ശരിയാണ്, പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ്. പക്ഷേ എവിടെയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. വീട്ടിലിരുന്നാ പ്രാർത്ഥിക്കാം, നാട്ടിലിരുന്നാ പ്രാർത്ഥിക്കാം, നടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, മുട്ടുകുത്തി പ്രാർത്ഥിക്കാം, ഓടിക്കൊണ്ട് പ്രാർത്ഥിക്കാം, പല രീതിയിൽ പ്രാർത്ഥിക്കാം.
പക്ഷെ പള്ളിയിൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? പള്ളിയിൽ മാത്രം കിട്ടുന്നതാണ് ഈശോ മിശിഹായുടെ ശരീരരക്തങ്ങൾ എന്ന് പറയുന്നത്, പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. എന്തിനാണ് പള്ളിയിൽ പോകുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, പള്ളിയിൽ മാത്രം എനിക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്, ഈശോ മിശിഹായുടെ ശരീരരക്തങ്ങൾ, പരിശുദ്ധ കുർബാന. ഇതെന്തിനാണ്? ഇത് കിട്ടിയാലേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ, ഞാൻ സ്വർഗത്തിലേക്ക് പോകത്തുള്ളൂ എന്നാ കർത്താവ് പറഞ്ഞേക്കുന്നത്. ഈ കുർബാന അനുഭവിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ മിഖായേൽ മാലാഖയോടൊപ്പം നമ്മൾ കർത്താവിന്റെ വലതുവശത്ത് നിൽക്കാനായിട്ട് സാധ്യമാകത്തുള്ളൂ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. കുർബാന അർപ്പിക്കുന്ന, കുർബാന അനുഭവിക്കുന്ന നമ്മൾ ഈശോ എന്നിൽ വസിക്കുക മാത്രമല്ല, ഞാൻ ഈശോയിൽ വസിക്കുകയും കൂടെയാണ്, ഞാൻ തൃത്വത്തിൽ വസിക്കുകയും കൂടെയാണ്, തൃത്വം എന്നിൽ വസിക്കുക കൂടിയാണ്. എന്നിട്ട് ഈശോ വീണ്ടും പറയുന്നുണ്ട്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് മാത്രമേ നിത്യജീവനുള്ളൂ, ഇല്ലാത്തവന് നിത്യജീവനില്ല എന്ന് കർത്താവ് തന്നെയാ പറഞ്ഞേക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം കുർബാനയെ കുറിച്ചുള്ള മനോഹരമായ പാഠപുസ്തകമാണ്. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനം പോലെയാകണം. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണം. എന്താണ് ഉപ്പിന്റെ പ്രത്യേകത? ഉപ്പ് രുചി കൂട്ടാനുള്ളതാണ്. അമ്മമാർക്കറിയാം, ഉപ്പ് കൃത്യം ഇടുമ്പോഴാണ് ഭക്ഷണത്തിന് രുചി ഉണ്ടാകുന്നത്. രണ്ടാമത് ഉപ്പ് എന്തിനാണ്? കേടുകൂടാതെ സൂക്ഷിക്കാനുള്ളതാണ് ഉപ്പ്. ഫ്രിഡ്ജുകൾ നമ്മുടെ നാട്ടിൽ വരുന്നതിന് മുൻപ് മത്സ്യമാംസാദികൾ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നത് കല്ലുപ്പ് പുരട്ടിയാണ്. നമുക്കറിയാം, കല്ലുപ്പ് പുരട്ടി പാളയിൽ പൊതിഞ്ഞ് വീട്ടില് സൂക്ഷിച്ച് അടുക്കളയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കാര്യം പ്രായമുള്ള അമ്മമാർക്കും അപ്പന്മാർക്കും അറിയാം. കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി കൂട്ടാനുമുള്ളതാണ് ഉപ്പ്. കർത്താവ് പറയാണ്, നിങ്ങളുടെ ജീവിതം രുചിയുള്ളതാകണം എന്ന് പറഞ്ഞാൽ ഉപ്പ് പോലെയാകണം എന്ന് പറഞ്ഞാൽ രുചി ഉണ്ടാകണം. കുർബാന അർപ്പിച്ച് കുർബാന ചൈതന്യത്തിൽ നിന്ന് തിരുനാൾ ആഘോഷത്തിന്റെ ചൈതന്യത്തിലേക്ക് വീട്ടിലേക്ക് പോകുമ്പോ വീട്ടില് എന്റെ സാന്നിധ്യം രുചി പകരുന്നതാകണം, രുചി പകരുന്നതാകണം. ഇടവകയിൽ, സമൂഹത്തിൽ, വീട്ടിൽ എന്റെ ജീവിതം രുചികരമാകണം. രണ്ടാമത് ഉപ്പ് കേടുകൂടാതെ സൂക്ഷിക്കുന്നതാണ്. വിശ്വാസം കേടുകൂടാതെ സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ. വിശ്വാസം നമുക്ക് കൈമാറി കിട്ടിയ ഒരു വിശ്വാസ പാരമ്പര്യമുണ്ട്, നമ്മുടെ മാതൃസഭയുടെ വിശ്വാസ പാരമ്പര്യമുണ്ട്. ആ വിശ്വാസം ഒട്ടുമേ കെട്ടുപോകാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. അപ്പൊ വിശ്വാസം കേടുകൂടാതെ സൂക്ഷിക്കാൻ വിളിക്കപ്പെട്ടവരാ. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറയുന്നത്. ഈ പഴയിടത്തിന്റെ ഉപ്പാണ് നിങ്ങൾ, നമ്മൾ. ഈ പഴയിടത്തിൽ ഈ വിശ്വാസത്തിന്റെ പാരമ്പര്യം കേടുകൂടാതെ സൂക്ഷിക്കാനും വിശ്വാസ ജീവിതം വഴി സുഹൃതങ്ങൾ രുചികരമായി തീരാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ അർത്ഥപൂർണമായി തീരുന്നത്. അതുപോലെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. പ്രകാശം, പ്രകാശം എന്താണ്? അന്ധകാരത്തെ മാറ്റുന്നതാണ്. എന്താണ് അന്ധകാരം? പ്രകാശമില്ലായ്മയാണ് അന്ധകാരം, പ്രകാശമില്ലായ്മ. അതുകൊണ്ടാണ് ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കുമ്പോൾ തന്നെ ഇരുട്ട് നിറഞ്ഞ ഒരു മുറി പ്രകാശമായി മാറുന്നത്. നമ്മളുടെ കൊച്ചു ജീവിതം വിശ്വാസത്തിൽ ഉറച്ചതാണെങ്കിൽ അത് പ്രകാശിപ്പിക്കുന്നതായിട്ട് തീരും എന്നുള്ളൊരു തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. നമ്മൾ വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ, ഇടവക തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കൊണ്ടുവന്ന് കൊടഞ്ഞിടുന്ന ഒരു സ്ഥലമായി മാത്രം പള്ളി തീരരുത്. തീർച്ചയായിട്ടും അത് വേണം, നമുക്ക് വേറെ ഒരിടത്തും അത് ഇടാനില്ലല്ലോ. നമ്മുടെ ആകുലതകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയി ഇടണം മദ്ബഹയുടെ മുമ്പിൽ. പക്ഷെ ഓർമ്മിക്കണം, നമ്മൾ കർത്താവിനോട് ഓരോ കാര്യം പ്രാർത്ഥിക്കുമ്പോഴും എനിക്കിത് കിട്ടണം, എനിക്കിത് നൽകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവേ,
എൻ്റെ ഹിതമല്ല, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. നിന്റെ ഇഷ്ടം. തിരുനാൾ ആഘോഷത്തിൽ അത് മറക്കരുത്. നമ്മുടെ ഇഷ്ടം നിറവേറ്റിത്തരണമെന്ന് വാശി പിടിക്കേണ്ട സ്ഥലമല്ല പള്ളി. നമ്മുടെ ഇഷ്ടങ്ങൾ വയ്ക്കുമ്പോൾ അതിനോട് ചേർത്ത് പറയണം, കർത്താവേ നിന്റെ ഇഷ്ടം നിറവേറണം. പരിശുദ്ധ അമ്മ അതാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. വിശുദ്ധരതാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. കർത്താവിന്റെ ആജ്ഞ നിറവേറ്റുന്ന മാലാഖന്മാര് അതാണ് കാണിച്ചു തരുന്നത്. എല്ലാറ്റിനും ഉപരിയായി ഈശോ മിശിഹ തന്നെ അതല്ലേ കാണിച്ചു തന്നേക്കുന്നത്. ഗാഗുൽത്താമലയിലേക്ക് പോകുന്നതിന് മുൻപ് ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോ പാനപാത്രം നീങ്ങിപ്പോയില്ലല്ലോ. കാരണം എന്താണ്? കർത്താവ് പ്രാർത്ഥിച്ചു, പാനപാത്രം നീങ്ങണമേ. അതിന്റെ കൂടെ പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ, നിന്റെ ഹിതം നിറവേറട്ടെ, നിന്റെ ഹിതം നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ നമുക്ക് ആ പാനപാത്രം നീങ്ങണമെന്നില്ല. പക്ഷേ ആ വചനത്തിന്റെ അടുത്ത ഭാഗത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു മാലാഖ ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഹിതം നിറവേറ്റുന്നവനോട് ചേർന്ന് മാലാഖയുണ്ട്. കർത്താവിന്റെ ഹിതം നിറവേറ്റാൻ ശ്രമിക്കുന്നവളോടുകൂടി മാലാഖയുണ്ട്, മാലാഖയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഈ തിരുനാൾ ആഘോഷം നല്ല മനുഷ്യരാക്കി നമ്മെ തീർക്കട്ടെ. കുർബാന അർപ്പിച്ച്, കുർബാന സ്വീകരിച്ച്, കുർബാന അനുഭവിച്ച് പുറത്തേക്ക് പോകുന്ന നമ്മളെ കാണുമ്പോ മറ്റുള്ളവർ പറയണം, ഇതാ ഈശോ മിശിഹ നടന്നു പോകുന്നു, ഇതാ പെസഹ രഹസ്യം നടന്നു പോകുന്നു. കാരണം എന്താണ്? കുർബാന അർപ്പിക്കുന്ന നമ്മൾ ഈശോയായിട്ട് തീരുകയാണ്, ഈശോയായിട്ട് മാറുകയാണ്. കാരണം എന്താണ്? കുർബാന ഈശോ മിശിഹായെ ഭക്ഷിക്കുന്ന നമ്മൾ, ഈശോ മിശിഹ എന്നിൽ വസിക്കുന്നു, ഞാൻ ഈശോ മിശിഹായിൽ വസിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഓരോ തിരുനാൾ ആഘോഷവും നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം. നല്ല മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടാകണം, നമ്മുടെ കുടുംബത്തിലുണ്ടാകണം, നമ്മുടെ ഇടവകയിലുണ്ടാകണം, സമൂഹത്തിലുണ്ടാകണം. മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നല്ല മാർഗം എന്ന് പറയുന്നത് നോമ്പും ഉപവാസവും വിശുദ്ധ കുമ്പസാരവും പരിശുദ്ധ കുർബാനയും വീട്ടിലെ പ്രാർത്ഥനയുമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകട്ടെ. ഈ ബോധ്യം നമുക്കുണ്ടാകട്ടെ. പരിശുദ്ധ കുർബാന മലാഖമാരോട് ചേർന്ന് നമുക്ക് തുടർന്നർപ്പിക്കാം. മിശിഹ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എഴുന്നേറ്റ് നിന്ന് കറുസൂസ പ്രാർത്ഥന ചൊല്ലാം.